ഇതെന്റെ 2 വർഷം മാത്രം പ്രായമുള്ള സൂപ്പർ ഫഗവ ഇനത്തിൽപ്പെട്ട മാതള മരമാണ്. മാതളം പൂവിട്ട് കായ്ച്ചു. ഇതിലുണ്ടായ ഒരു 3 ഫ്രൂട്ടാണ്. ഇത് 2 വർഷം ആയതേ ഉള്ളൂ. എന്താ ഭയങ്കര മഴ കൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാനത് പറിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാമെന്ന്. കേട്ടോ, 2 വർഷം. അപ്പൊ എന്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സൂപ്പർ ഫഗവ ഇനത്തിൽപ്പെട്ട ഒരു വാങ്ങിച്ചു നോക്കൂ. ഇത് പ്രൂൺ ചെയ്താൽ ഇതിന്റെ കമ്പുകളെ നടീൽ വസ്തുവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വീട്ടുമുറ്റത്ത് ഒരു മാതളം നടിയുണ്ടെന്ന് അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. കേരളത്തിന്റെ കാലാവസ്ഥയിൽ നന്നായി വിളവ് തരുന്ന ഒന്നാണ് മാതളം. മാതളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് മണ്ണിലും വളരുമെന്ന്. അതുകൊണ്ട് തന്നെ വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് മാതളത്തിന്. വീട്ടുമുറ്റത്ത് മാതളം എങ്ങനെ നടും, അതിൽ കൂടുതൽ വിളവ് ലഭിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. മഴയുള്ള സമയത്ത് വേണം മാതളത്തെ തൈ നടാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ കായ്ച്ച തൈ ഒരിക്കൽ പോലും വാങ്ങി നടാൻ പാടില്ല. അതുകൊണ്ടൊക്കെ തൈ നടുമ്പോൾ ഒരു 1.5 മീറ്റർ നീളവും 1.5 മീറ്റർ വീതി അത്രയും തന്നെ താഴ്ചയുള്ള കുഴികൾ വേണം തൈ നടാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അതിൽ കുമ്മായമോ ഡോളമൈറ്റോ ഇട്ട മണ്ണിന്റെ അസിഡിറ്റി മാറ്റിയ ശേഷം മാത്രമേ തൈ നടാൻ പാടുള്ളൂ. മണ്ണിന്റെ അസിഡിറ്റി മാറ്റിയ ശേഷം ചാണകപ്പൊടി, എറ്റപ്പൊടി, വേപ്പും പിണ്ണാക്ക് എന്നിവ മേൽമണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കുഴിയിലിട്ട് മൂടിയ ശേഷം അതിലുള്ള പിള്ളക്കുഴി എടുത്ത് വേണം തൈ നടാനായിട്ട്. തൈ നട്ട ശേഷം ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കണം. തൈ വളരുന്നതനുസരിച്ച് വളമിടുന്ന കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് മണ്ണിൽ ചാരം ചേർത്ത് കൊടുത്താല് ഈ മാതളത്തിന്റെ മധുരവും അതുപോലെ തൂക്കവും കൂടും. ധാരാളം ഫ്രൂട്ടുകൾ ഉണ്ടാവാൻ വേണ്ടി ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട അത്യാവശ്യം. ഈ പ്രൂൺ ചെയ്ത കമ്പോൾ അടുത്ത നടീൽ വസ്തുവായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്റെ ഒരു അഭിപ്രായത്തിലും എന്റെ അനുഭവത്തിലും സൂപ്പർ ഫഗവ എന്ന് പറയുന്ന മാതളം ഏറ്റവും നല്ല 2 വർഷം പൂർത്തിയാകുമ്പോഴത്തേക്കും ഇത് കായ്ച്ചു തുടങ്ങും. അതിന് ഇത്രയും ഗുണങ്ങളുള്ള ഈ പോംഗ്രാനൈറ്റ് നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുമല്ലോ. അതുകൊണ്ടൊക്കെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.